അസ്സലാമു വറഹ്മത്തുള്ളാ. നമ്മളെ വിൻസർ ആപ്പിൽ കുറച്ച് മാറ്റങ്ങൾ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ അപ്ഡേഷനിൽ ടീം മാനേജേഴ്സിനും അതേപോലെ അഡ്മിനും ഒക്കെ പാസ്വേഡ് യൂസർ നെയിമൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം കുറേ ആൾക്കാർ പാസ്വേഡ് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ പാസ്വേഡ് മറന്നു പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പുതിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. നമ്മളെ ഇപ്പോഴത്തെ ഓഫ്ലൈൻ ഒരു ആപ്പായ സ്ഥിതിക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. നമ്മൾ സെറ്റപ്പിൽ ചെന്നിട്ട് ഡാറ്റ മാനേജ്മെൻറ്റിൽ അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റിയിലാണല്ലോ പാസ്വേഡ് സെറ്റ് ചെയ്ത്. അതിന് തൊട്ടുതായിട്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. നമ്മൾ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഹു ഈസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ, അങ്ങനെ ഏതെങ്കിലും നമുക്ക് ഇപ്പോൾ ഹു വാസ് യുവർ ഫേവറേറ്റ് ടീച്ചർ ഞാനതെടുത്തു. അങ്ങനെ നമ്മൾ ടീച്ചറെ പേര് ജസ്റ്റ് അവിടെ മീ എന്ന് കൊടുക്കുന്നു. അങ്ങനെ ഏതായാലും നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനൊരു ഉതകുന്ന നമുക്ക് എപ്പോഴും കിട്ടുന്ന അങ്ങനത്തെ ഒരു ആൻസറും കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത ചോദ്യം ഇതാണ്, അതിനുള്ള ഉത്തരം ഇവിടെ അടിച്ചു കൊടുത്താൽ നമ്മളെ യൂസർ നെയിം ഇവിടെ കാണിച്ചു തരും. ഓക്കെ, ഇനി പാസ്വേഡ് നമുക്ക് ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡൺ ജസ്റ്റ് ഷോ യൂസർ നെയിം എന്ന് അടിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഞാൻ എൻ്റെ admin.windsor അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കയറി ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ ഇതും നമുക്ക് അതിൻ്റെ ആൻസർ ഓർമ്മ വേണം, എന്നാലും ചെറിയൊരു സെക്യൂരിറ്റി എന്ന് മാത്രം. ഇനി നമുക്ക് മറ്റൊരു ഫീച്ചർ വരുന്നത് നമ്മുടെ സെറ്റപ്പിൽ തന്നെ ഡാറ്റ മാനേജ്മെൻറ്റ് അല്ലാത്ത പോസ്റ്റർ ആൻഡ് സർട്ടിഫിക്കറ്റ്. ഇതിൽ സർട്ടിഫിക്കറ്റിൽ നമുക്ക് കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിമിതികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോസ്റ്ററിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ, അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ, ടെക്സ്റ്റ് സൈസിൽ മാറ്റം വരുത്താൻ, ടെക്സ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഇതിലിപ്പോൾ നമ്മൾ നിലവിൽ ഫെസ്റ്റിൻ്റെ നെയിം, ലോഗോ, ഡേറ്റ് ആൻഡ് വെന്യൂ, ടാഗ് ലൈൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്ററിൽ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ സ്ലോട്ടിൽ ഇവിടെ 10 സ്ലോട്ടുകളുണ്ട്. 10 സ്ലോട്ടുകളിൽ നമ്മൾ ചെയ്ത ഡിസൈൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്ത ഡിസൈൻ നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ട് ആ ഒരു രൂപത്തിൽ കുറച്ച് കസ്റ്റമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ഫീച്ചർ വരുന്നത്, നമുക്ക് നിലവിൽ കോഡ് ലെറ്റർ കൊടുക്കുന്നിടത്ത് ഓരോന്നും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. ഓരോ മത്സരങ്ങളും ഇപ്പോൾ എല്ലാ സെക്ഷനിലും ഒരേ മത്സരങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിൽ കിഡ്സ് ഗേൾസിലും കിഡ്സ് ബോയ്സിലും സബ് ജൂനിയർ ഗേൾസിലും ഒക്കെ സെയിം മത്സരമുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സെക്ഷൻ ഫിൽറ്റർ കൊടുക്കാൻ പറ്റും. അപ്പോൾ കിഡ്സ് ഗേൾസിൻ്റെ കൊടുത്താൽ അത് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്തിന് കംപ്ലീറ്റ് ആയത്, പെൻഡിങ്ങിലുള്ളത്, അങ്ങനത്തെ ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ അടുത്ത മാർക്സിലേക്ക് പോയിട്ട് കോഴ്സിലേക്ക് തിരിച്ചു വന്നാലും ആ കാര്യങ്ങൾ അവിടെ തന്നെ കീപ്പായിട്ട് ആ ഫിൽറ്റർ അവിടെ ഉണ്ടാവും. ഇനി സിമ്പിളായിട്ട് ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫിൽറ്ററും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതേ രൂപത്തിൽ നമ്മളെ മാർക്സും ഡിക്ലെയർസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഫീച്ചർ വരുന്നത്, നമ്മളെ ഹെഡറിൽ ഒരു സെർച്ച് ബാർ കാണാം. നോക്കിക്കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആയിട്ട് വരും. ഇതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം MUN ഫിൽറ്റർ ചെയ്തിട്ട് റിസൾട്ട് വരും. ഒന്നാമത്തെ പാർട്ടിസിപ്പൻ്റാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ടിസിപ്പൻ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സ്കോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആളെ സ്കോറും നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഐറ്റം അടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ പേരാണ് അടിച്ചത്, അപ്പോൾ ആൾക്ക് കിട്ടിയ ടോട്ടൽ പോയിൻറ്റും കാര്യങ്ങളും ഏതൊക്കെയാണ് കിട്ടിയതെന്നൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ നമുക്കിനിയിപ്പോൾ ഒരു മത്സരം അടിക്കുകയാണെങ്കിൽ
മെമ്മറി ടെസ്റ്റ് അടിച്ചാൽ അതിൻ്റെ ഐറ്റം നമുക്ക് എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതാണെങ്കിൽ ആ ഐറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട് വിന്നർ ആരാണെന്ന് കാണാൻ കഴിയും. അത് ഞെക്കിയാൽ പിന്നെ സെക്കൻഡ് തേർഡ് എന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിളായി സിമ്പിളായിട്ട് കിട്ടും. യൂണിവേഴ്സൽ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് പല ആൾക്കാരും ടാബ്ലറ്റിലൊക്കെ നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഫോൺ തിരിച്ചു പിടിക്കുമ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞിരുന്നു. അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോഴേ അത് കറക്റ്റ് വർക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നവർ അതിൻ്റെ മുമ്പ് തന്നെ ഡാറ്റൻ്റെ ബാക്കപ്പ് ഒക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റീഇൻസ്റ്റാളേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് ലാൻഡ്സ്കേപ്പ് മോഡിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ വരുന്നത് നമ്മൾ ടീംസിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ വൈഫൈ ത്രൂ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ചില ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ക്യാമറ അവൈലബിൾ അല്ലാത്തത്, അല്ലെങ്കിൽ ക്യാമറ സപ്പോർട്ട് ആവണില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഈ സെൻഡ് ഓവർ വൈഫൈ എന്നെടുത്ത് കഴിഞ്ഞാൽ ക്യാമറ നോട്ട് വർക്കിംഗ് പേസ്റ്റ് കോഡ് ഇൻസ്റ്റീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം മാനേജറുടെ ഡിവൈസിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും. അതവിടുന്ന് കോപ്പി എടുത്തിട്ട് വാട്സപ്പിലോ മറ്റോ ആയിട്ട് ഈ ഡിവൈസിലേക്ക് അയച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വേറൊരു കോഡ് കിട്ടും. ആ കോഡ് അവിടെയും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം രണ്ടും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്കായി പോകും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. QR കോഡ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ രൂപത്തിൽ ചെയ്താൽ കാര്യങ്ങൾ സിമ്പിളായിട്ട് നടക്കും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.